സക്കീർ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ നദികളും ഡാമുകളും എന്ന വിഷയത്തിലാണ് കഴിഞ്ഞ 2 വീഡിയോയിൽ നാം സംസാരിച്ചു വന്നത്. ആ 2 വീഡിയോകളിലുമായി പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നാം പറഞ്ഞു. ഇന്ന് 3-ാം ഭാഗത്തിൽ നാം കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഡാമുകൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. പത്തനംതിട്ട ജില്ലയിൽ പ്രധാനമായും 4 നദികളാണെന്ന് നാം നേരത്തെ കണ്ടു കഴിഞ്ഞു. അതിൽ പള്ളിക്കലാറിലും അച്ചൻകോവിലാറിലും മണിമലയാറിലും ഒറ്റ ഡാമുകൾ പോലും നിലവിലില്ല. പമ്പയാറിലും അതിന്റെ പോഷക നദികളിലും മാത്രമേ ഡാമുകൾ നിലവിലുള്ളൂ. പ്രധാനമായും 2 ജലവൈദ്യുത പദ്ധതികളാണ് പമ്പയാറിലുള്ളത്: ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയും കക്കാട് ജലവൈദ്യുത പദ്ധതിയും. ഈ പ്രധാന ജലവൈദ്യുത പദ്ധതികളുടെ ഭാഗമായും അല്ലാതെയും പമ്പയാറിൽ എവിടെയൊക്കെയാണ് ഡാമുകൾ ഉള്ളതെന്ന് നോക്കാം. ശബരിഗിരി പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാം പമ്പ ഡാമാണ്. പമ്പ ഡാം തൊട്ടടുത്ത് തന്നെ കക്കിയാറിൽ കക്കി ഡാമും അതേപോലെ തന്നെ ആനത്തോട് ഡാമും ചേർന്ന ഒറ്റ ഒരു റിസർവോയർ, ഏറ്റവും വലിയ റിസർവോയറും അത് തന്നെയാണ്. കക്കി ആനത്തോട് കമ്പൈൻഡ് ആയിട്ടുള്ള റിസർവോയർ. പമ്പ നദിയുടെ മുകൾ ഭാഗത്ത് പമ്പാ നദി റിസർവോയറിനെ പുഷ്ടിപ്പെടുത്തുവാനായിട്ടുള്ള സമ്പർദ്ദക അണക്കെട്ടുകൾ, ഓഗ്മെന്റേഷൻ ഡാമുകളുണ്ട്. കുള്ളാർ, ഗവിയാർ, മീനാർ 1, മീനാർ 2 എന്നിവയാണവ. അതേപോലെ തന്നെ കക്കി ആനത്തോട് റിസർവോയറിലേക്ക് വന്നു ചേരാൻ മറ്റൊരു സമ്പർദ്ദക ഡാമുണ്ട്. അതിനെ അപ്പർ മൂഴിയാർ എർത്തൻ ഡാം എന്നാണ് പറയുന്നത്. മൂഴിയാർ നദിയിലാണ് അതുള്ളത്. പമ്പാ നദിയുടെ മറ്റൊരു പോഷക നദിയായ കക്കാട്ടാറിൽ കക്കാട് പവർഹൗസിന് ശേഷം അള്ളിങ്കൽ, കാരിക്കയം എന്നീ സ്ഥലങ്ങളിൽ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ചെറിയ ഡാമുകളും, അതിന് തൊട്ട് താഴെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മണിയാർ ഇറിഗേഷൻ ബാരേജും, അതിന് തൊട്ട് താഴെ KSEBക്ക് ഒരു ചെറിയ തടയണയുമുണ്ട്. ഇതുകൂടാതെ പമ്പാ നദിയിൽ തന്നെ നാറാണമൂഴി പഞ്ചായത്തിൽ പെരിന്തേനരുവി എന്ന സ്ഥലത്ത് ഒരു ചെറിയ തടയണയും ജലവൈദ്യുത പദ്ധതിയും ഉണ്ട്. ഇതുകൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഴുത നദിയിൽ പീരുമേട് ഭാഗത്ത് ഒരു തടയണയുണ്ട്. അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതായത് അവിടെ തടയുന്ന ജലം ഇടുക്കി പെരിയാറിലേക്കാണ് പോകുന്നത്. പമ്പാ നദിയുടെ ആകെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് നാം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ പമ്പാ നദിയിലൂടെ ശരാശരി വാർഷിക നീരൊഴുക്ക് 4640 ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ്. മില്യൺ ക്യൂബിക് മീറ്റർ, MCM എന്നാണ് അത് ചുരുക്കത്തിൽ പറയുന്നത്. ചെറുതും വലുതുമായ എല്ലാ ഡാമുകളിലുമായി ആകെ 487 MCM വെള്ളം ശേഖരിക്കുവാനുള്ള സംഭരണശേഷി മാത്രമേ ഈ നമ്മുടെ ഡാമുകൾക്കെല്ലാം ഉള്ളൂ. അതായത് ഏറ്റവും വലിയ ഡാമായ കക്കി ആനത്തോട് റിസർവോയറിൽ 447 MCM-ഉം പമ്പ റിസർവോയറിൽ 31 MCM-ഉം, അത് മറ്റേ ചെറിയ സൂചിപ്പിച്ച ആ റിസർവോയറുകളെല്ലാമായി, ആ ഡാമുകളുടെ റിസർവോയറുകളെല്ലാമായി 9 MCM-ഉമാണ്. പമ്പാ നദിയുടെ ആകെ വൃഷ്ടിപ്രദേശമായ 2235 ചതുരശ്ര കിലോമീറ്ററിൽ നിന്നും നമ്മുടെ ഡാമുകൾക്ക് മുകൾ വശമായിട്ടുള്ള എല്ലാ വൃഷ്ടിപ്രദേശവും ചേർത്താൽ 326 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതായത് പമ്പാ നദിയുടെ വാർഷിക നീരൊഴുക്കായ 4640 MCM-ൽ വെറും 487, 10% മാത്രം ശേഖരിക്കുവാനുള്ള സംഭരണ ശേഷിയെ നമുക്കുള്ളൂ. പമ്പാ നദിയിലൂടെ ഒഴുകുന്ന വരുന്ന ജലലഭ്യതയുടെ 90% വെള്ളവും നമ്മുടെ ഡാമുകൾക്ക് താഴ്ഭാഗത്താണ്. ആ 90% സ്ഥലത്ത് പെയ്യുന്ന തീവ്രമഴ മൂലം പെയ്യുന്ന വെള്ളത്തിലും നീരൊഴുക്കിലുമൊന്നും ഡാമുകൾക്ക് യാതൊരു പങ്കും, അവയുടെ നിയന്ത്രണത്തിലോ അതുമൂലം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിലോ ഡാമുകൾക്ക് യാതൊരു പങ്കും ഇല്ല എന്ന് നമുക്ക് കാണാം. പലതരം ഉപയോഗങ്ങൾക്കായിട്ടാണ് സാധാരണ ഡാമുകൾ നിർമ്മിച്ച ജലം സംഭരിക്കുന്നത്. കുടിവെള്ളം, വൈദ്യുതി ഉൽപാദനം, കൃഷി, വെള്ളപ്പൊക്ക നിയന്ത്രണം തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഡാമുകൾ നിർമ്മിക്കുന്നത്. KSEBയുടെ നിയന്ത്രണത്തിലുള്ള ഈ വലിയ ഡാമുകളിലെ ജലം നമ്മൾ വൈദ്യുത ഉൽപാദനത്തിനാണ് പ്രധാനമായും, ആ ഉദ്ദേശത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എങ്കിലും ഇറിഗേഷൻ പ്രോജക്റ്റ് വഴി, മണിയാർ ബാരേജിൽ നിന്നുള്ള പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ കനാൽ സിസ്റ്റം വഴി നമുക്കത് കൃഷിക്ക് നല്ല അളവിൽ പ്രയോജനം ചെയ്യുന്നു. ധാരാളം കുടിവെള്ള പദ്ധതികൾ ഈ പമ്പാ നദിയിലുണ്ട്. വേനൽക്കാലത്തുമൊക്കെ വെള്ളം കിട്ടുന്നത് ഈ ഡാമുകൾ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ വെള്ളപ്പൊക്കത്തിന് നിയന്ത്രണത്തിൽ ഒരു ചെറിയ അളവ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ റൂൾ കർവ് ഒക്കെ വന്നതിന് ശേഷം ഒരു ചെറിയ അളവ് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് സാധിക്കുന്നു. എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്: വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടതല്ല KSEBയുടെ വലിയ ഡാമുകളൊക്കെ. ശബരിഗിരി പദ്ധതിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കണ്ടു ഏറ്റവും മുകളിലായുള്ള പമ്പ റിസർവോയറും കക്കി ആനത്തോട് ഡാമുകൾ ചേർന്നുണ്ടാകുന്ന കക്കി റിസർവോയർ, ആ റിസർവോയർ തമ്മിൽ ഒരു ടണൽ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കക്കി റിസർവോയറിൽ നിന്ന് ജലം 5.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കം വഴിയും അതേപോലെ തന്നെ ഒരു 2.5 കിലോമീറ്റർ നീളമുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയും മൂഴിയാറിലുള്ള ശബരിഗിരി പവർ ഹൗസിലെത്തുന്നു. അവിടെ വെച്ച് 340 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ആ വെള്ളം കക്കാട്ട് അട്ടിലേക്ക് പുറന്തള്ളുന്നു. അടുത്തത് കക്കാട് പദ്ധതി എന്താണെന്ന് നോക്കാം.
ഇങ്ങനെ നേരത്തെ പറഞ്ഞ ശബരിഗിരി പവർ ഹൗസിൽ നിന്നും പുറന്തള്ളുന്ന ജലവും 28 ചതുരശ്ര കിലോമീറ്റർ ഫ്രീ കാച്ച്മെന്റ് ഏരിയയിലുള്ള അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശത്തുള്ള ജലവും ചേർന്ന് മൂഴിയാർ ഡാമിൽ സംഭരിക്കുന്നു. സംഭരണം ഇല്ല, അത് ശരിക്കും ഒരു ഡൈവേർഷൻ ഡാമാണ്. അവിടെ നിന്നും 11.5 കിലോമീറ്റർ നീളമുള്ള ടണൽ, ആ ടണൽ വഴി സീതത്തോട് കക്കാട് കൊണ്ടുവന്ന് 50 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വരുന്ന വഴിയിൽ മൂഴിയാറിന്റെ തന്നെ മറ്റൊരു അല്ലെങ്കിൽ കക്കാട്ടാറിന്റെ മറ്റൊരു പോഷക നദിയായ വേലുത്തോട് ഡാം കെട്ടി അതിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ഇൻടേക്ക് വഴി ജലം അത് ശരിക്കും ഒരു 7 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തെ വെള്ളം മാത്രമേ അതിൽ നിന്ന് ശേഖരിക്കുന്നുള്ളൂ. അതും ഈ ടണൽ വഴി നമ്മൾ സീതത്തോട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ മൂഴിയാർ ഡാമിനെ കാണുമ്പോൾ ഒരു വലിയ ഡാം ആണെങ്കിലും അതിനെ ഞാൻ ഒരു ഡൈവേർഷൻ ഡാം എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതിന്റെ എഫക്റ്റീവ് സ്റ്റോറേജ് എന്ന് പറയുന്നത് വെറും 1.15 MCM മാത്രമേ ഉള്ളൂ. അതിന്റെ ആ സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ 3-4 മടങ്ങ് വെള്ളമാണ് ഒരു ദിവസം ശബരിഗിരിയിൽ നിന്ന് പുറന്തള്ളുന്നതും അതുവഴി ടണൽ വഴി സീതത്തോട്ടിലേക്ക് എത്തുന്നതും. എന്തായാലും ഈ പദ്ധതികളുടെ ഞാൻ അതിന്റെ കൂടുതൽ വൈദ്യോത്പാദന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്ക് ഇതിന്റെ ജലനിയന്ത്രണമാണല്ലോ നമ്മുടെ വിഷയം. പമ്പ റിസർവോയറിന്റെ പൂർണ്ണ സംഭരണ നില, അതായത് FRL 986.33 മീറ്റർ ആണ്. 31 ദശലക്ഷം ക്യൂബിക് മീറ്റർ ശേഷിയുള്ള പമ്പ റിസർവോയറിലെ വെള്ളം പ്രളയ സമയത്ത് തുറന്നുവിടാനായി 6 റേഡിയൽ ഗേറ്റുകൾ 981.46 മീറ്റർ എന്ന ക്രസ്റ്റ് ലെവലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഗേറ്റിന്റെ അളവ് 7 മീറ്റർ നീളവും 4.88 മീറ്റർ പൊക്കവുമാണ്. 6 ഗേറ്റുകളും പൂർണ്ണമായി തുറന്നാൽ ഒഴുകാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവ്, പരമാവധി ജലത്തിന്റെ അളവ് 936 ക്യുമക്സ് എന്നാണ്. ക്യുമക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 986 ഘനമീറ്റർ. അല്പം വലിയ ഒരു യൂണിറ്റ് ആണ്. പൂർണ്ണ ജലനിരപ്പ് ഉള്ള സമയത്ത് ഒരു ഗേറ്റ് ഒരടി, അതായത് 30 സെന്റിമീറ്റർ തുറന്നാൽ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത് 11.84 ക്യുമെക്സ് ആണ്. എന്നാൽ ജലനിരപ്പ് മുകളിൽ നിന്ന് താഴുന്ന അനുസരിച്ച് ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരും. ഓരോ ഗേറ്റ് അളവിനും ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് ഒരു ടേബിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ പമ്പ റിസർവോയറിന്റെ പൂർണ്ണ സംഭരണ നില 986.33 മീറ്റർ ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ഡാം തുറന്നു വിടുന്നത് ആ ലെവലിലാകുമ്പോൾ തുറന്നു വിട്ടാൽ മതി, കാരണം ഇതിന് റൂൾ കർവ് ബാധകമല്ല. 3 തരം അലർട്ടുകളാണ് ഇതിന് നൽകാറുള്ളത്: നീല, ഓറഞ്ച്, ചുവപ്പ് എന്ന 3 അലർട്ടുകൾ. നീല അലർട്ട് പുറപ്പെടുവിക്കുന്നത് 983 മീറ്റർ എന്ന ലെവലിൽ ജലനിരപ്പ് എത്തുമ്പോഴും ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിക്കുന്നത് 983.5 മീറ്റർ ഉയരത്തിലും റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത് 984.5 മീറ്റർ എന്ന നിരപ്പിലുമാണ്. ഇവിടെ നിന്നും തുറന്നുവിടുന്ന വെള്ളം പമ്പയാറ്റിലൂടെ ഒഴുകി നമ്മുടെ ശബരിമല ത്രിവേണി പമ്പയിലെത്തി അവിടെ നിന്നും കണമല, അത്തിക്കയം, റാന്നി പെരുന്നാട്, വടശ്ശേരിക്കര, റാന്നി, കോഴഞ്ചേരി, ചെങ്ങന്നൂർ വഴി കുട്ടനാട്ടിലേക്ക് ഒഴുകും. അടുത്തതായി നമുക്ക് കക്കി ആനത്തോട് റിസർവോയറിലെ ജലനിയന്ത്രണം. ഈ കക്കി ആനത്തോട് റിസർവോയർ ആണ് 447 MCM കപ്പാസിറ്റിയുള്ള ഏറ്റവും വലിയ സ്റ്റോറേജ് റിസർവോയർ. ഒരുപക്ഷെ അവിടുത്തെ ജലനിയന്ത്രണമാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത്. ഈ കക്കി റിസർവോയറിന്റെ വിസ്തീർണം തന്നെ 17 ചതുരശ്ര കിലോമീറ്ററോളം വരും. വനഭൂമിയിലാകെ വ്യാപിച്ചു കിടക്കുന്നതാണ്. കക്കി റിസർവോയറിന്റെ പൂർണ്ണ ജലനിരപ്പ് 981.46 മീറ്റർ ആണ്. പരമാവധി ജലനിരപ്പ് 982.16 മീറ്ററുമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസവും മറ്റും നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജലനിയന്ത്രണത്തിനായി 4 റേഡിയൽ ഗേറ്റുകൾ 975.36 എന്ന ക്രസ്റ്റ് ലെവലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വലിയ ഗേറ്റുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 12.8 മീറ്റർ നീളവും 6.1 മീറ്റർ പൊക്കവുമുണ്ട്. പരമാവധി തുറന്നുവിടാൻ, അതായത് ഈ 4 ഗേറ്റുകളും പരമാവധി അതിന്റെ തുറക്കാവുന്ന കപ്പാസിറ്റി തുറന്നുവിട്ടാൽ 1783 ക്യുമെക്സ് വെള്ളം ഡിസ്ചാർജ് ഉണ്ടാകും. ഇവിടെ തുറന്നുവിടുന്ന വെള്ളം കക്കിയാറിലൂടെ ത്രിവേണി പമ്പയിൽ എത്തുകയും അവിടെ നിന്ന് നേരത്തെ പമ്പാ നദിയിൽ സൂചിപ്പിച്ചതുപോലെ ആ വഴി കൂടെ തന്നെ കുട്ടനാട്ടിൽ പമ്പയാറ്റിലൂടെ ഒഴുകിയെത്തുകയും ചെയ്യും. ഈ കക്കി റിസർവോയറിന് റൂൾ കർവ് നിലവിലുണ്ട്. അത് നമ്മുടെ റൂൾ കർവ് എന്താണെന്നൊക്കെ നേരത്തെയുള്ള വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ 3 തരം അലർട്ടുകൾ നിലവിലുണ്ട്: നീല, ഓറഞ്ച്, ചുവപ്പ്. റൂൾ ലെവലിൽ നിന്നും 2 മീറ്റർ താഴെയാവുമ്പോൾ ഒന്നാമത്തെ അലർട്ടായ നീല അലർട്ട് പുറപ്പെടുവിക്കും. 1 മീറ്റർ താഴെയാവുമ്പോൾ ഓറഞ്ച് അലർട്ടും 0.5 മീറ്റർ താഴെയാവുമ്പോൾ റെഡ് അലർട്ട് പുറപ്പെടുവിച്ച് റൂൾ ലെവൽ എത്തുമ്പോഴാണ് ആ വെള്ളം നിയന്ത്രണത്തിനായി കുറേശ്ശെ തുറന്നുവിടുന്നത്. ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്ന ക്രസ്റ്റ് ലെവലിന്റെ മുകളിലുള്ള വെള്ളത്തിന്റെ പൊക്കത്തിന് ആനുപാതികമാണ് അതുവഴി ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ്. ഉദാഹരണത്തിന് ജലനിരപ്പ് ഡാമിന്റെ പൂർണ്ണ സംഭരണ നിരയായ 981.46 മീറ്ററിൽ ആയിരിക്കുമ്പോൾ ഒരു ഗേറ്റ് ഒരടി തുറന്നാൽ 30 സെന്റിമീറ്റർ തുറന്നാൽ ഏകദേശം 30 ക്യുമെക്സ് വെള്ളം 30 ക്യുമെക്സ് എന്ന നിരക്കിൽ അതുവഴി പുറത്തേക്ക് ഒഴുകും. എന്നാൽ ജലം ക്രസ്റ്റ് ലെവലിന്റെ തൊട്ട് മുകളിൽ 976 മീറ്ററിലോ മറ്റോ ആണ് നിൽക്കുന്നതെങ്കിൽ
അന്നേരം ഒരടി തുറക്കുമ്പോൾ വെറും 10 ക്യുമെക്സ് മാത്രമേ വെള്ളം അതുവഴി പുറത്തേക്ക് വരികയുള്ളൂ. അടുത്തത് മൂഴിയാർ ഡാമിന്റെ കാര്യം നോക്കാം. നേരത്തെ തന്നെ നാം സൂചിപ്പിച്ചു, മൂഴിയാർ ഡാമിലേക്കുള്ള പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് ശബരിഗിരി പവർ ഹൗസിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന വെള്ളമാണ്. അതുകൂടാതെ 28 ചതുരശ്ര കിലോമീറ്ററിൽ പെയ്യുന്ന മഴവെള്ളവും ഇതിലേക്ക് സംഭരിക്കുന്നുണ്ട്. ഇത് ഒരു ദിവസം തന്നെ ഇതിന്റെ എഫക്റ്റീവ് സ്റ്റോറേജ് വെറും 1.15 MCM മാത്രമായതുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഈ ഡാം നിറയുകയും കാലിയാവുകയും ഒക്കെ ചെയ്യും. വലിയ ഫ്ലക്ച്വേഷൻ ആണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ശബരിഗിരിയിലെ ഉൽപാദനം ഈ വൃഷ്ടിപ്രദേശത്തെ കുത്തനെ കിടക്കുന്ന വൃഷ്ടിപ്രദേശമാണ് ഇതിനുള്ളത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവിടുത്തെ വൃഷ്ടിപ്രദേശത്തെ പെട്ടെന്ന് ഉണ്ടാകുന്ന മഴയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതേപോലെ കക്കാട് ജലവൈദ്യുത പദ്ധതിയിൽ ഇവിടുത്തെ ജലം കൊണ്ടുവന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കക്കാടിലെ 2 മെഷീനുകൾ വെച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടുത്തെ മെഷീനുകളിലോ അല്ലെങ്കിൽ അവിടുത്തെ ട്രാൻസ്മിഷൻ ലൈനുകളിലോ ഉണ്ടാകുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ, ഇത്തരം ഘടകങ്ങളൊക്കെ അനുസരിച്ച് ഈ ഡാമിലെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ മൂഴിയാർ ഡാമിന്റെ പൂർണ്ണ സംഭരണ നില 192.63 മീറ്റർ എന്നുള്ള രീതിയിലാണ്. ഈ ഡാമിൽ 7.62 മീറ്റർ നീളവും അതേപോലെ 6.7 മീറ്റർ പൊക്കവുമുള്ള 3 റേഡിയൽ ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പരമാവധി ഈ ഡാമിൽ നിന്നും പുറത്തേക്ക് തുറന്നുവിടാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവ് 730 ക്യുമെക്സ് ആണ്. മൂഴിയാർ ഡാമിൽ ഒരു അലർട്ട് മാത്രമേ പുറപ്പെടുവിക്കാറുള്ളൂ, അത് റെഡ് അലർട്ട് ആണ്. എപ്പോഴാണ്? കാരണം പെട്ടെന്നാണ് വെള്ളത്തിന് ഇവിടെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത്. 190 മീറ്റർ വാട്ടർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നതും, അല്പം 192.63 വരെ വെയിറ്റ് ചെയ്യില്ല. കാരണം വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഡാം ഓവർഫ്ലോ ചെയ്തു പോകാം. അതുകൊണ്ട് ആ മഴയുടെ ഇന്റൻസിറ്റി ഒക്കെ നോക്കി ഉടൻ തന്നെ അത് തുറന്നു വിടുകയും ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് തുറന്നു വിടാവുന്നതും അതേപോലെ തന്നെ രാത്രിയിൽ പോലും തുറന്നു വിടാൻ പറ്റുന്നതുമായ അതിനുള്ള അനുവാദം കിട്ടിയിട്ടുള്ള ഒരു ഡാമാണ് മൂഴിയാർ ഡാം. ഇങ്ങനെ മൂഴിയാർ ഡാമിലൂടെ തുറന്നു വിടുന്ന വെള്ളം കക്കാട്ടാറിലൂടെ ഒഴുകി അത് ആങ്ങാമൂഴി, സീതത്തോട്, ചിറ്റാർ, മണിയാർ, റാന്നി പെരുന്നാടിൽ വെച്ച് തന്നെ പൂവത്തുമൂട് എന്നുള്ള സ്ഥലത്ത് വെച്ച് പമ്പയാറുമായിട്ട് കൂടിച്ചേരുന്നു. കക്കാട് പദ്ധതിയിൽ നിന്നും പുറന്തള്ളുന്ന ജലം വീണ്ടും ഒരു സീരീസ് ഓഫ് പവർ ഹൗസസ്, അള്ളുങ്കൽ, കാരിക്കയം, മണിയാർ, റാന്നി പെരുന്നാട് എന്നീ 4 സ്ഥലങ്ങളിൽ, അതിൽ അള്ളുങ്കലും കാരിക്കയവും സ്വകാര്യ മേഖലയിലും മണിയാർ ഇറിഗേഷൻ ഡാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റേത്, അതിന്റെ പവർ ഹൗസ് സ്വകാര്യ മേഖലയിലാണ് 12 മെഗാവാട്ട്. അതിന് താഴെയുള്ള 4 മെഗാവാട്ടിന്റെ KSEBയുടെ ഒരു അൺഗേറ്റഡ് ആയിട്ടുള്ള ഒരു തടയണയും ഉണ്ട്. ഇവിടെയെല്ലാം അതതിന്റെ തനത് വൃഷ്ടിപ്രദേശത്തും ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളവും ചേർത്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെയൊക്കെ പവർ ഹൗസുകൾ തൊട്ട് താഴെപ്പുറത്ത് തന്നെ, ഡാമിന്റെ തൊട്ട് താഴെപ്പുറത്ത് തന്നെയാണ് നിലവിലുള്ളത്. അതിനെ ഡാം ടോപ്പ് പവർ ഹൗസുകൾ എന്നാണ് നാം സാധാരണ വിളിക്കാറുള്ളത്. ഇതിലെ ഡാമുകളൊക്കെ സാധാരണ ചെറിയ ഡാമുകളോ അല്ലെങ്കിൽ തടയണകളോ ആണ്. മണിയാറിലേത് മാത്രം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബാരേജുകളാണ്. അതിന് ഒരു ബാരേജിന് സ്വാഭാവികമായിട്ടുള്ള വലിയ 5 ഗേറ്റുകളും ഉണ്ട്. അള്ളുങ്കലിനും കാരിക്കയത്തിനും ഒക്കെ ഗേറ്റുകളുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഒരു വലിയ സംഭരണ ശേഷിയുള്ള റിസർവയറുകളെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്പഭേദമായിട്ടുള്ളത് കാരിക്കയം റിസർവയറാണ്. അതിന് ഒരു 5 MCM സ്റ്റോറേജ് ഉണ്ട്. എങ്കിലും അതൊക്കെ ഈ മുകളിലുള്ള പവർ ഹൗസിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന വിടുന്ന വെള്ളം, പിന്നെ അതിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ പെയ്യുന്ന വലിയ മഴ എന്ന 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് അതൊക്കെ തന്നെ പെട്ടെന്ന് നമുക്ക് തുറന്നു വിടേണ്ടി വരും. അതൊക്കെ തന്നെയും നമ്മുടെ ഒരു വലിയ പ്രശ്നങ്ങളായിട്ട് മാറാറുമില്ല. ഇങ്ങനെ തുറന്നു വിടുന്ന വെള്ളം നേരത്തെ പറഞ്ഞതുപോലെ അതെല്ലാം ചേർന്നാണ് കക്കാട്ടാറിൽ പൂവത്തുമൂട് വന്ന് പമ്പയാറുമായി ചേരുന്നത്. ഒറിജിനൽ പമ്പയാറിൽ തന്നെ കണമലയ്ക്ക് താഴെ നാരായണമൂഴി പഞ്ചായത്തിൽ പെരിന്തേനരുവി എന്ന സ്ഥലത്ത് 6 മെഗാവാട്ടിന്റെ ഒരു ജലവൈദ്യുത പദ്ധതി KSEBക്കുണ്ട്. അവിടെ ഒരു തടയണയാണുള്ളത്. അവിടുത്തെ ഗേറ്റുകളില്ല. അതുകൊണ്ട് പ്രളയ നിയന്ത്രണത്തിലൊന്നും ആ റിസർവോയർ, അതൊരു സ്റ്റോറേജ് റിസർവോയർ അല്ലാത്തതുകൊണ്ട് അതിന് വലിയ റോളൊന്നും വഹിക്കാനില്ല. ഗേറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഡാമിന്റെ പുറത്തൂടെ അധികം വരുന്ന വെള്ളം പുറത്തേക്ക് ഒഴിച്ചു പോവുകയാണ്. പമ്പയാറ്റിൽ കൂടി തന്നെ ഒഴുകി വരികയാണുള്ളത്. റൂൾ നിറപ്പോ അല്ലെങ്കിൽ പൂർണ്ണ സംഭരണ നിലയോ എത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച വിവിധ ഘട്ടങ്ങളിലുള്ള അലർട്ടുകൾ പുറപ്പെടുവിച്ചതിന് ശേഷം ഓറഞ്ച് ബുക്കിൽ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് എമർജൻസി ആക്ഷൻ പ്ലാൻ എന്ന ഒരു അംഗീകൃത ഡോക്യുമെന്റ് ഉണ്ട്. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും പൂർണ്ണമായും പാലിച്ചാണ് ക്രമമായിട്ടാണ് ഒരു റിസർവോയർ തുറന്നു വിടുന്നത്. ഇങ്ങനെ കൃത്യമായി അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചാൽ അതുമൂലം താഴെപ്പുറത്ത് പ്രളയമൊന്നും കാര്യമായിട്ട് ഉണ്ടാകില്ല. 2021 ഏകദേശം 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തുറന്നുവിടിയിൽ ഘട്ടം ഉണ്ടായിരുന്നു കക്കി റിസർവോയറിന്. ഏതാണ്ട് 165 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ് 41 ദിവസം കൊണ്ട് തുറന്നുവിട്ടത്. അതേപോലെ തന്നെ 2022 44 ദിവസം നീണ്ടു നിന്ന ജലം തുറന്നുവിടൽ ഉണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് 185 ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലം
റിസർവോയറിന്റെ ഏകദേശം പകുതിയോളം വരും വെള്ളം തുറന്നു വിടുകയുണ്ടായി. ഇതുമൂലമൊന്നും ഈ കൃത്യമായ പ്രൊസീജിയറുകളിലൊക്കെ പാലിച്ചു വിടുകയാണെങ്കിൽ അതുമൂലം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല, താഴെപ്പുറത്ത് ഉണ്ടാവുകയില്ല. ഞാനൊരു എമർജൻസി ആക്ഷൻ പ്ലാൻ അടിയന്തര കർമ്മ പുസ്തകത്തെ കുറിച്ച് പറയുകയുണ്ടായി. ഇതൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ഡോക്യുമെന്റ് ആണ്. ഇതിൽ ഓരോ ഡാമുകളും തകരുകയോ അല്ലെങ്കിൽ പൂർണ്ണ അളവിൽ വെള്ളം തുറന്നു വിടുകയോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് താഴെപ്പുറത്ത് എങ്ങനെയൊക്കെ ബാധിക്കും, അതിന്റെ താഴെപ്പുറത്ത് പുഴയുടെ തീരത്ത് ഏതൊക്കെ പഞ്ചായത്തുകളെ ബാധിക്കും, ഏതൊക്കെ സ്ഥലങ്ങൾ മുങ്ങിപ്പോകും, എത്ര സമയം കൊണ്ട് അവിടെ വെള്ളം എത്തും, അതേപോലെ തന്നെ ഏതൊക്കെ പാലങ്ങൾ മുങ്ങിപ്പോകും, ഏതൊക്കെ റോഡുകൾ മുങ്ങിപ്പോകും, എവിടെയൊക്കെയാണ് സുരക്ഷിതമായി ആളുകളെ പാർപ്പിക്കാൻ പറ്റുന്ന, അതായത് ഈ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്കൂളുകളോ അല്ലെങ്കിൽ കേന്ദ്രങ്ങളോ ആണ് ഉള്ളത്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് ആരൊക്കെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്നെല്ലാം വിശദീകരിക്കുന്നതാണ് എമർജൻസി ആക്ഷൻ പ്ലാൻ. അതിനെക്കുറിച്ച് ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുക. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയി. നാം ആദ്യമേ പറഞ്ഞതുപോലെ പത്തനംതിട്ട ജില്ലയിൽ എവിടെയെങ്കിലും വെള്ളം പൊങ്ങിയാൽ ഡാമുകളെ പഴിക്കേണ്ട കാര്യമില്ല. പമ്പാ നദിയിലും പമ്പാ നദിയുടെ തീരത്തും മാത്രമേ ഡാമുകളിൽ നിന്നും തുറന്നു വിടുന്ന വെള്ളം എത്തുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. എന്റെ ഒരു വ്യക്തിപരമായ അനുഭവം, 2 വർഷം മുമ്പ് പള്ളിക്കലാറിൽ അടൂർ ഭാഗത്ത് ഒരു ദിവസം രാത്രിയിൽ ഒരു മേഘസ്ഫോടനം പോലത്തെ മഴ പെയ്തു. അടൂരിൽ ടൗണിലൊക്കെ വെള്ളം കയറി. അപ്പോൾ അടൂർ ടൗണിൽ പോയ ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് ഇവിടെ വെള്ളം പൊങ്ങിയതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഡാമുകളൊന്നും ഇല്ലല്ലോ, നമ്മൾ നേരത്തെ അതേക്കുറിച്ച് വിശദീകരിച്ചതാണ്. അപ്പൊ ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റാർക്കെങ്കിലും കേൾക്കുന്നത് അവർക്ക് ഗുണകരമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിന്റെ ചുവട്ടിൽ എഴുതാവുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.